ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ലോകത്തെല്ലായിടത്തുമുള്ള ജനങ്ങൾ ഒരു ദുഃഖവെള്ളിയുടെ ഓർമ്മയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദുഃഖവെള്ളിയുടെ സന്ദേശം അറിയിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാണുവാൻ കൂടി വന്ന പുരുഷാരമൊക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. ഗൊൽഗൊഥ മലയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിന്മേൽ കിടക്കുകയാണ്. അടികളേറ്റ് തകർന്ന് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, ആകൃതി കണ്ടാൽ ഒരു മനുഷ്യനല്ല എന്ന് തോന്നുമാറ് വിരൂപനായിട്ട് കിടക്കുന്ന കർത്താവായ യേശുക്രിസ്തു, അവനെ കാണുവാനായിട്ട് കൂടി വന്ന വലിയ പുരുഷാരം, എന്നാൽ താൻ ഈ ഭൂമിയിൽ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ നിവർത്തിച്ച് മടങ്ങിപ്പോകുന്ന സമയത്ത്, എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെയും കണ്ടിട്ട് കാണുവാൻ വന്ന പുരുഷാരം മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. ഒരിക്കലും വിചാരിക്കാത്ത ചില സംഭവങ്ങൾ അവിടെ നടക്കുകയാണ്. അവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എന്താണ് അവർ സംഭവിച്ചതായിട്ട് കണ്ടത്? നമുക്കത് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം വായിക്കാം. ലൂക്കോസ് 23:44. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9 മണി വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. ഒന്നാമത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രാണനെ വിടുന്ന സമയത്ത് ആ കാഴ്ച കണ്ടു നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ സൂര്യൻ ഇരുണ്ടുപോയി എന്ന് ചരിത്രത്തിൽ കൂടി അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ജോസഫ്സ് എന്ന് പറയുന്ന ചരിത്രകാരൻ കൂടി അത് രേഖപ്പെടുത്തിയിരിക്കുന്നു, ബൈബിളിൽ മാത്രമല്ല. അത് യഹൂദന്മാരുടെ 6 മണി മുതൽ 9 മണി വരെ നേരമെന്ന് പറയുന്നത് പകൽ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ്. ആ സമയത്ത് എല്ലായിടത്തും പകലാണ്. എന്നാൽ അവിടെ സംഭവിച്ചത് ഒരു വലിയ അന്ധകാരം ഉണ്ടായി, ഒരു ഇരുട്ട് അവിടെ ഉണ്ടായി. അതിൻ്റെ വിശദമായ ഒരു കാര്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 50 മുതൽ 54 വരെയുള്ള വാക്യങ്ങളിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ടടിയോളം 2ആയി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു. വിശുദ്ധ നഗരത്തിൽ ചെന്ന പലർക്കും പ്രത്യക്ഷമായി. അപ്പോൾ സംഭവിച്ച കാര്യങ്ങളെന്ന് പറയുന്നത്, പാറകൾ പിളർന്നു, ഭൂമി കുലുങ്ങി, ഭൂകമ്പം മുതലായ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ആ ജനമെല്ലാം അതുവരെയും യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നത് നോക്കി നിന്ന ആ ജനക്കൂട്ടം സംഭവിച്ച കാര്യങ്ങളെ കണ്ടിട്ട് അവർ മാറത്തടിച്ചും കൊണ്ട് മടങ്ങിപ്പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ക്രൂശീകരണം ആരംഭിച്ച സമയത്ത് യേശു ക്രിസ്തുവിനെ ഗൊൽഗൊഥാ മലയുടെ മുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിൽ കിടത്തിയിരിക്കുകയാണ്. ഒരു വലിയ കുഴിയിൽ ഇറക്കിയിട്ട കുരിശന്മേൽ യേശു കർത്താവ് കിടക്കുകയാണ്. ഇടത്തും വലത്തുമായിട്ട് 2 കള്ളന്മാരെയും ക്രൂശിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ മധ്യാഹ്ന സമയത്ത് ക്രൂശിക്കപ്പെട്ട യേശു കർത്താവ് അവിടെ കിടക്കുമ്പോൾ അതിലെ യെരുശലേമിന്റെ സമീപമായതുകൊണ്ട് അതിലെ ധാരാളം ജനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. ആ കടന്നു പോകുന്ന ജനമൊക്കെയും തല കുലുക്കിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 39 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവര് ആ യെരുശലേമിന് സമീപത്തോടെ കടന്നു പോവുകയാണ്. അപ്പോൾ അവർ കാണുന്ന കാഴ്ച, കടന്നു പോകുന്നവർ തല കുലുക്കി, കൊള്ളാം തല കുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കാം, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. ഇപ്പോൾ അവര് യേശുക്രിസ്തുവിനെ ദൂഷിക്കുകയാണ്. നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. യേശുവിനെ പരിഹസിക്കുകയാണ്. നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ, ഞാൻ ദൈവപുത്രനെന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ജനത്തിന്റെ ഒരു സംശയം, നീ ദൈവപുത്രനാണോ എങ്കിൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. എന്തുകൊണ്ട് യേശുക്രിസ്തുവിന് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാൻ കഴിയുമായിരുന്നില്ല? പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ്, കുരുടന്മാർക്ക്, പിറവിയിലെ കുരുടനായിരുന്ന കുരുടന്മാർക്ക് കാഴ്ച കൊടുത്ത കർത്താവ്, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ കർത്താവ്,
ചെവിട് കേൾക്കാത്ത മനുഷ്യർക്ക് കേൾവി കൊടുത്ത കർത്താവ്, മുടന്തനെ സൗഖ്യമാക്കിയ കർത്താവ്, ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയ കർത്താവ്, അനേക വ്യാധികളെ ഗുണപ്പെടുത്തിയ കർത്താവ്, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച യേശു കർത്താവ് ഇപ്പോൾ നിസ്സഹായനായ മാതിരി ക്രൂശിൽ കിടക്കുകയാണ്. അപ്പോൾ ജനം പറയുകയാണ്, നീ ദൈവത്തിനാണെന്ന് പറഞ്ഞില്ലേ, നീ ദൈവത്തിനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, എന്നാൽ ഞങ്ങൾ കണ്ടു വിശ്വസിക്കാം. എൻ്റെ ജീവിതത്തിലും വളരെ സംശയങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഇത്. എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാൻ കഴിയുമായിരുന്നില്ല? അതും ഒരു വലിയ ജനക്കൂട്ടം നിന്ന് അവനെ പരിഹസിക്കുകയാണ്. നീ ഇത്രയൊക്കെ ചെയ്തതല്ലേ, നിനക്ക് ദൈവത്തിന് നിന്നോട് പ്രസാദമുണ്ടെങ്കിൽ നീ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ പരിഹസിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാതിരുന്നത്? യേശു ക്രിസ്തുവിനെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാൻ കഴിയുമായിരുന്നില്ലേ? അതിൻ്റെ വ്യക്തമായ ഉത്തരം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനം 12-ന്റെ 2 അവിടെ എഴുതിയിരിക്കുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അവൻ ഇറങ്ങി വരുവാൻ കഴിയുമായിരുന്നു. എന്നാൽ യേശു കർത്താവ് ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നാൽ നമുക്ക്, മനുഷ്യന്, മാനവജാതിക്ക് പാപത്തിന് പരിഹാരമുണ്ടാകുമായിരുന്നില്ല. ഏദൻ തോട്ടത്തിൽ ദൈവം നിയമിച്ചാക്കിയ മനുഷ്യൻ കൽപ്പന ലംഘിക്കുകയും ദൈവ വഴികളെ വിട്ട് മാറിപ്പോവുകയും ചെയ്തപ്പോൾ അവൻ പാപിയായി തീരുകയും നിത്യമായ നരകത്തിന് യോഗ്യനായി മാറുകയും ചെയ്തു. അങ്ങനെ നിത്യമായ നരകത്തിന് യോഗ്യനായ മനുഷ്യരെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം പിതാവായി ദൈവം സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. പാപമില്ലാത്തവനായ പവിത്രനായ നിർമ്മലനായ യേശു കർത്താവ് ഭൂമിയിൽ വന്ന് ദൈവമാണെന്ന് തെളിയിച്ച് പൂർണ്ണ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് അവനിപ്പോൾ ക്രൂശിന്മേൽ കയറി മരിക്കുകയാണ്. അവൻ ഇറങ്ങി വരുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇവിടെ പറയുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. ഇന്ന് ഒരു ദുഃഖവെള്ളിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ദൈവജനമേ, നീ ഇന്ന് കടന്നു പോകുന്ന ഈ ദുഃഖവെള്ളി കഴിഞ്ഞിട്ട് ഒരു ഉയർപ്പുണ്ട്. കർത്താവ് അത് കാണിച്ചു തന്നിട്ടാണ് പോയിരിക്കുന്നത്. അവൻ വിശ്വാസത്തിന്റെ നായകനാണ്, അവൻ പൂർത്തി വരുത്തുന്നവനാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, യേശുവിനെ നോക്കുക, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. ഒരു ഉയർപ്പ് വരുന്നുണ്ടെന്ന് യേശു കർത്താവിന് അറിയാം. ലോക മാനവരാശിയെ രക്ഷിക്കുവാനുള്ള പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് താൻ മരിക്കുന്നത്. ഒരു കൂട്ടം ജനങ്ങൾ വെല്ലുവിളിച്ചതുകൊണ്ടോ, കുറെ യഹൂദ മതപുരോഹിതന്മാരും ശാസ്ത്രിമാരും വെല്ലുവിളിച്ചതുകൊണ്ടോ അവൻ ഇറങ്ങി വരുവാൻ തയ്യാറായിരുന്നില്ല. കാരണം അവൻ ഇറങ്ങി വന്നാൽ രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുകയില്ല. മാനവജാതിയെ രക്ഷിക്കുവാനായിട്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണമെന്നാണ് ഗബ്രിയേൽ ദൂതൻ മറിയോട് വന്ന് പറഞ്ഞത്. ആ യേശു കർത്താവ് ക്രൂശിന്മേൽ മരിച്ചത് മനുഷ്യരാശിയുടെ പാപത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളിന്ന് ക്രൂശ് ചുമന്നത് കൊണ്ടോ കുരിശിന്മേൽ കയറി ആണിയടിച്ചത് കൊണ്ടോ ഒന്നും പാപത്തിന് പരിഹാരം വരുന്നില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗോഥാ മലയുടെ മുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ എല്ലാവരാലും കൈവിടപ്പെട്ടവനായി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് അലറിക്കരഞ്ഞുകൊണ്ട് പിതാവായ ദൈവത്താൽ കൈവിടപ്പെട്ടവനായി അവൻ ക്രൂശിന്മേൽ കയറി മരിച്ചു. നമുക്ക് വേണ്ടിയാണ് അവൻ ക്രൂശിന്മേൽ കയറിയത്. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരുവാൻ തക്കോണം, നമുക്ക് പാപക്ഷമ ലഭിക്കുവാൻ തക്കോണം, ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ ആത്മീക മരണത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ തക്കോണം, നമുക്ക് ജീവൻ തരുവാൻ തക്കോണം യേശു നമുക്ക് പകരമായിട്ട് ക്രൂശിന്മേൽ കയറി മരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം, യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ച ഓരോ മനുഷ്യനും അവൻ മരണസമയത്ത് മക്കളെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ തൻ്റെ സഹോദരന്മാരെ വിളിച്ചിട്ടോ തൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് പറയുന്ന ചില വാക്കുകളുണ്ട്. ഇന്ന കാര്യങ്ങൾ, ഇന്ന ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എനിക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, നിങ്ങളത് ചെയ്യണം. എൻ്റെ മകളെ കെട്ടിക്കേണ്ട കാര്യം മകനെ ഏൽപ്പിക്കുന്ന ഭർത്താവ്, അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തരും തങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുവാൻ പൂർത്തീകരിക്കുവാൻ കഴിയാതെ ഈ ഭൂമിയിൽ നാം മടങ്ങിപ്പോകുമ്പോൾ, ഏതൊരു കാര്യത്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നോ, കേവലം 31 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് പിതാവായ ദൈവത്തിൻ്റെ പരിപൂർണ ഇഷ്ടം ചെയ്തുകൊണ്ട് പിതാവെ സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പുത്രനെ, സ്വന്തം പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത ശേഷം യേശു ക്രിസ്തു നമുക്കായിട്ട് മരണപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി എല്ലാം നിർവഹിച്ചു. യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് ആ അന്ധകാര നിബിഡമായ ആ ഒരു സമയം, ആ ഒരു ഇരുട്ടിന്റെ നാഴിക, 6 മണി മുതൽ 9 മണി വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ആ സമയത്ത് മറ്റൊന്നുകൂടി നടന്നു. യെരുശലേം ദേവാലയത്തിലെ തിരശ്ശീല 2ആയിട്ട്, മേൽ തൊട്ടടിയോളം 2ആയിട്ട് ചീന്തപ്പെട്ടു. കുറെ കുതിരകളെ അപ്പുറയും ഇപ്പുറയും നിർത്തി
കയറ് കെട്ടി വലിച്ചാൽ കീറുവാൻ കഴിയാതെ അത്ര കട്ടിയുള്ള ആ തിരശ്ശീല, നെയ്ത്തുകാർ വളരെ ശ്രമകരമായി നെയ്തെടുത്ത ആ കട്ടിയുള്ള തിരശ്ശീല, അത് മേൽത്തട്ട് അടിയോളം അത് ചീന്തപ്പെടുവാനിടയായിട്ട് തീർന്നു. ആ തിരശ്ശീലയ്ക്കകത്ത് ദൈവത്തിന്റെ നിയമപ്പെട്ടകവും കൃപാസനവും ഇരിക്കുന്ന ആ ഇടത്തേക്ക് മനുഷ്യർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം അത് തന്റെ പാപത്തിനും ജനങ്ങളുടെ പാപത്തിനും വേണ്ടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തമെടുത്തുകൊണ്ട് അവൻ ആദിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകണമായിരുന്നു. വളരെ ഭയത്തോടും നടുക്കത്തോടും കൂടി വേണം അവിടെ പ്രവേശിക്കുവാൻ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രമക്കേട് അവിടെ ഉണ്ടായാൽ അവൻ അവിടെ മരിച്ചു വീഴും. ദൈവത്തിന്റെ ആ ഒരു നിയമപ്പെട്ടകം ഇരിക്കുന്നിടത്ത്, ദൈവത്തിന്റെ കൃപാസനമായിരിക്കുന്നിടത്തേക്ക് അവന് ധൈര്യത്തോടെ കടന്നു പോകാൻ കഴിയുമായിരുന്നില്ല. എപ്പോഴും ഭയത്തോടു കൂടിയായിരുന്നു അവൻ അവിടെ പ്രവേശിച്ചിരുന്നത്. ആ ഇടത്തേക്ക് യേശുക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി നമുക്ക് ജീവനുള്ള ഒരു പുതിയ വഴി തുറന്നിരിക്കുകയാണ്. നാം ഈ വലിയ മാളുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ എസ്കലേറ്റർ കാണാറുണ്ട്. ആ വഴി നമ്മളെയും എടുത്തുകൊണ്ട് നടന്നു പോകുന്ന ഒരു വഴിയാണ്. അത് ജീവനുള്ള ഒരു വഴി പോലെ. സാധാരണ വഴിക്ക് ജീവനൊന്നുമില്ല. വഴി എവിടെയാണോ 2000 വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുമ്പോ ഒരു വഴി ഉണ്ടായാലും ആ വഴി അവിടെ തന്നെ കാണും. അതിൽ കുണ്ടും കുഴിയൊക്കെ നിറയുമെന്നുള്ളതിൽ കവിഞ്ഞിട്ട് ആ വഴിക്ക് ഒരു ജീവൻ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ പല എസ്കലേറ്ററുകളും നമ്മളെ അത് വഹിച്ചുകൊണ്ട് മുകളിലേക്ക് പോകും, താഴേക്ക് വരുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ജീവനുള്ള ഒരു വഴി തുറന്നിരിക്കുകയാണ്. ധൈര്യത്തോടെ എന്നേക്കും ഉള്ള ഒരു മഹാപുരോഹിതൻ അന്തർമന്ദിരത്തിലേക്ക് കടന്നുപോയി. എന്നിട്ട് അവൻ പറയുകയാണ്, തിരശ്ശീല ചിന്തപ്പെട്ടു, ഇനി ധൈര്യത്തോടെ ഏത് പാപിക്കും അങ്ങോട്ട് പ്രവേശിക്കാം. ഒരൊറ്റ വ്യവസ്ഥയേ ഉള്ളൂ, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തമല്ല, ഞാൻ നിങ്ങൾക്കായിട്ട് ക്രൂസിൽ ചൊരിഞ്ഞ പുണ്യാഹ രക്തത്തിൽ നീ ആശ്രയിച്ചു വന്നാൽ നിന്റെ പാപത്തിന് പരിഹാരമുണ്ട്. നീ എത്ര വലിയ പാപിയാണെങ്കിലും എത്ര കൊടും കുറ്റവാളിയാണെങ്കിലും, കർത്താവായ യേശുവേ, ഞാൻ ഒരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് നീ കാൽവരി ക്രൂസിന്മേൽ കയറി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. എൻ്റെ പാപങ്ങളെ നീ ചുമന്നൊഴിച്ചതിനായിട്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഇന്നു മുതൽ കർത്താവേ, ഞാൻ എൻ്റെ ജീവിതം അങ്ങേക്കായിട്ട് സമർപ്പിക്കുന്നുവെന്ന് ഒരു വ്യക്തി ഈ ഭൂമിയുടെ ഏത് കോണിയിൽ നിന്ന് യേശു കർത്താവിനോട് നിലവിളിച്ചാലും അവൻ തൻ്റെ പാപത്തെ ആ നിമിഷം ക്ഷമിച്ച് ആ ജീവനുള്ള പുതിയ വഴിയിലൂടെ അന്തർമന്ദിരത്തിലേക്ക് പ്രവേശിക്കുവാൻ, കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുവാൻ അവൻ നമുക്ക് അധികാരവും അവകാശവും നൽകിയിരിക്കുകയാണ്. അതെ, അവിടെ ജീവനുള്ള ഒരു പുതിയ വഴി നമുക്ക് തുറന്നിരിക്കുക. ഇന്ന് നമുക്ക് ധൈര്യത്തോടെ അങ്ങോട്ട് പ്രവേശിക്കാം. അന്ന് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തം കൊണ്ട് കടന്നു ചെല്ലുന്നത് പോലെയല്ല, യേശുക്രിസ്തുവിന്റെ രക്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തിനടുത്തേക്ക് ചെല്ലാം. മനസാക്ഷിയിൽ ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് ധൈര്യത്തോടെ ചെല്ലാം. കാരണം അവിടെ എന്നേക്കുമുള്ള ഒരു മഹാപുരോഹിതൻ നമുക്കായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ധൈര്യത്തോടെ അങ്ങോട്ട് പ്രവേശിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂസിന്മേൽ ഒരു വെല്ലുവിളി ആളുകൾ പറഞ്ഞു, നീ ഇറങ്ങി വാ, ഞങ്ങൾ വിശ്വസിക്കാം. എന്നാൽ അവൻ ഇറങ്ങി വന്നിരുന്നുവെങ്കിൽ സൗജന്യമായിട്ട് നമുക്ക് ഈ നീതീകരണമോ ഈ രക്ഷയോ ലഭിക്കുമായിരുന്നില്ല, ഈ വീണ്ടെടുപ്പ് നമുക്ക് ലഭിക്കുമായിരുന്നില്ല. എന്നാൽ യേശു കർത്താവ് നമുക്ക് പകരമായിട്ട് ക്രൂസിന്മേൽ കയറി മരിച്ച് തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ നമുക്കായിട്ട് ഊറ്റിത്തന്നത് നിമിത്തം അവന്റെ രക്തത്തിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ യേശുക്രിസ്തുവിന്റെ രക്തമുഖാന്തരം പിതാവായ ദൈവത്തോട് നമുക്ക് നിരപ്പുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുത്തിനും ഇനി ന്യായവിധിയില്ല. അവനിൽ വിശ്വസിക്കാത്തവന്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാത്ത നിമിത്തം ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്ന് പറയുന്നത് നിത്യമായ നരകമാണ്. ഇവിടെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന ഓരോ മനുഷ്യന്റെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. ഇത് രണ്ടാമത്തെ മരണം. അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള ആ ഒരു മരണം, നിത്യമായ മരണം. അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു അവസരമില്ല. ഈ ഭൂമിയിൽ മാത്രമാണ് നമുക്ക് ചാൻസ് ഉള്ളത്. ഈ ഭൂമിയിൽ മാത്രമാണ് നമുക്ക് അവസരമുള്ളത്. അതെ, നീ ഇന്ന് കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നീ ഇന്ന് വേദനയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, നിന്നെക്കാളും വേദന സഹിച്ച ഒരു യേശു നായകനായിട്ട് മുൻപേ കടന്നു പോയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഉയർപ്പുണ്ട്, ഒരു സന്തോഷത്തിന് സുദിനമുണ്ട്. ഈ കഷ്ടത മാറുന്ന, ഈ പ്രയാസം മാറുന്ന, ഈ ഞെരുക്കം മാറുന്ന ഒരു സുദിനമുണ്ട്. ദുഃഖവെള്ളി ഇല്ലാതെ ഒരു ഈസ്റ്റർ ഉണ്ടാകുമെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾക്ക് ശേഷം വരുന്ന പ്രത്യാശയുടെ ദിവസങ്ങളിലേക്ക് ഈ വചന കേൾവി നമ്മളെ നയിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മുഖാന്തരം നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കട്ടെ. ഇത് വെറുതെ നമുക്ക് അനുകരിച്ച് കാണിക്കാനുള്ള കാര്യമൊന്നുമില്ല. നാം എത്ര കഷ്ടപ്പെട്ട് ക്രൂശ് ചുമന്നുകൊണ്ടൊന്നും നമ്മുടെ പാപത്തിന് പരിഹാരം വരാൻ പോകുന്നില്ല. എന്നാൽ ക്രൂശിന്മേൽ കയറി മരിച്ച യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ സൗജന്യമായിട്ട് ലഭിക്കുന്ന ഈ പാപക്ഷമ ലഭിക്കുവാൻ ഇന്നത്തെ വചന കേൾവി നമുക്ക് ഓരോരുത്തർക്കും മുഖാന്തരമായി തരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കായിട്ട് ക്രൂശിന്മേൽ കയറി മരിച്ചു. അങ്ങേ വിസ്തരിച്ച കോടതികളൊക്കെ പറഞ്ഞു, ഇവൻ എന്ത് ദോഷം ചെയ്തിരിക്കുന്നു, ഇവനിൽ പാപമില്ല. കർത്താവെ, ആ 3 മണി മുതൽ 6 മണി വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. 6 മണി മുതൽ 9 മണി വരെ കർത്താവ് യഹൂദന്മാരുടെ കണക്ക് പ്രകാരം ആ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. പാറകൾ പിളർന്നു. കർത്താവ്, ഭൂമി കുലുങ്ങി. മരിച്ചവരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റു. കർത്താവ്, ഇതെല്ലാം കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് ജനങ്ങൾ കടന്നുപോയി. കർത്താവ്, അങ്ങയിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല.
സകലവും നിവൃത്തീകരിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയി ഇന്ന് പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് വീണ്ടെടുപ്പുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ ക്രൂശിലേക്ക് വരുവാൻ, സൗജന്യമായിട്ട് ലഭിക്കുന്ന രക്ഷ പൂർത്തീകരിക്കുവാൻ, അവരുടെ ഏതെങ്കിലും പ്രവൃത്തികൾ കൊണ്ട് രക്ഷ സാധ്യമല്ല. മനുഷ്യൻ കുരിശ് ചുമന്നതുകൊണ്ടോ, മനുഷ്യൻ പ്രയാസപ്പെട്ടത് കൊണ്ടോ, അല്ലെങ്കിൽ കഷ്ടാനുഭവത്തിന്റെ കുറെ പാടുകളിലൂടെ കടന്നു പോയത് കൊണ്ടൊന്നും അവന് രക്ഷ സാധ്യമല്ല. രക്ഷ സൗജന്യമാണ്, അത് കൃപയാലാണ്, അത് വിശ്വാസത്താൽ ലഭിക്കുന്നതാണ്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവെ, ഇന്ന് അങ്ങനെ അനേകർ ഈ രക്ഷയിലേക്ക് വരുവാൻ തക്കണം ഈ വചന കേൾവി മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.